ഹലോ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ജേണി. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ്. മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते. पर शुरू से वो एक ही नाम से डरते थे. कौन सा? किस नाम से डरते थे? ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ वेयर इज नाउ? Ma'am, you are going live. Hi. हमारी ट्रेलर नहीं तो मतलब ट्रेलर है नहीं चाइना उसकी आंखें सब देख रही है. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ അങ്കിൾ. പണ്ടേ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ പേടിക്കണം. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, save your land. Save ലാൻഡിന് എന്ത് പറ്റി? God's own country. വാടാ താടാ പവർ ഗ്രീഡ് പക്ഷെ എവിടെ കയറി നിൽക്കണ അപ്പോ രാജു ടെമ്മ വെഞ്ചൻ ടെമ്മാരി ട്രെയിലർ സുഭാസ്കർ കുതിര കത്തിയില്ലേ? But answer this one question. Who are you really? Lucifer. Lucifer. Story written by Prithviraj Sukumaran, well directed. Overload. It is 27. ഇൻ തിയേറ്റേഴ്സ് 27 മാർച്ച്. 20-ാം തീയതി ട്രെയിലർ ഇറക്കുമെന്നാണ് പറഞ്ഞത്. 20-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രെയിലർ ഇറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് 19-ാം തീയതി രാത്രി ട്രെയിലർ ഇറക്കിയിരുന്നു. 27-ാം തീയതി പടം എന്ന് പറഞ്ഞിട്ട് 26-ാം തീയതി ഇറക്കുമെന്തോ. എന്തായാലും മക്കളെ, ട്രെയിലർ അടിപൊളി, ഒരു രക്ഷയില്ലാത്തൊരു ട്രെയിലറും. ഇമ്മാതിരി സ്ക്രീൻ പ്രസൻസും സൗണ്ടാണെങ്കിൽ ഒരു കത്തി, സ്ക്രീൻ പ്രസൻസ് ആണെങ്കിൽ ഒരു കത്തി, വീഡിയോഗ്രാഫി ആണെങ്കിൽ ഒരു കത്തി, ഓഡിയോ ഒരു കത്തി. എൻ്റെ അപ്പോൾ എല്ലാം അതിൻ്റെ പീക്കിൽ നിൽക്കുന്നു. അപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനൊരു ട്രെയിലർ ഇത്രയും എക്സ്പെൻസ് ഇട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇത് ഒരു ഹൈ ലെവൽ സാധനം പോയി. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 27-ാം തീയതി തിയേറ്ററിൽ പോയി കാണേണ്ട സാധനം.
അപ്പോൾ പിന്നെ എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ കാണാം. നല്ല പടമായിരിക്കും. വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലാലേട്ടൻ്റെ പടങ്ങൾ വിജയിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് അടിപൊളിയായിരിക്കും. ഇത് വൻ ഹിറ്റിൻ്റെ ഒരു സാധ്യതകളുണ്ട്. ബൊമ്പൻ ഹിറ്റ്. മലയാളത്തിൽ 1-ാം നമ്പറിൽ നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബൈ ഗൈസ്.